ഒരു കാര്യം അറിയാതെ നിങ്ങൾ ഒരിക്കലും സക്സസ്ഫുൾ ആയി തീരാൻ പോകുന്നില്ല. അതായത് ഒരു മനുഷ്യനെ ജീവിതത്തിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായും മാനസികപരമായും ആരോഗ്യപരമായും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഉയർച്ചയും വളർച്ചയും ഉന്നതിയും ഉണ്ടാകുമ്പോഴാണ് സക്സസ് ആയി തീരുന്നത്. മറ്റൊന്ന് പറയാം, മനുഷ്യൻ്റെ ചിന്തകൾക്ക് അതിയായ ശക്തിയുണ്ട്. മനുഷ്യൻ്റെ ചിന്തകളാണ് മനുഷ്യനെ ഏത് ജീവിതത്തിലോട്ടും ഏത് ലെവലിലോട്ടും എത്തിക്കണമെന്ന് നിർണ്ണയിക്കുന്നത്. സോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരാവണം, എന്താവണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾ കൂടുതലായി എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ വസ്തുവിലോട്ടും ആ വ്യക്തികളിലോട്ടും ആ താല്പര്യങ്ങളിലോട്ടുമായിരിക്കും നിങ്ങളുടെ എനർജി അട്രാക്റ്റ് ചെയ്ത് അറ്റാച്ചായി തീരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പണം ഉണ്ടാക്കണം, സമ്പന്നനാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിനോടകം ഒരു സമ്പന്ന ജീവിതം നയിക്കുന്ന വ്യക്തിയെ പോലെ ചിന്തിച്ചു തുടങ്ങുക. ദാരിദ്ര്യവും ദരിദ്രവുമായ ചിന്തകളോ പണത്തെക്കുറിച്ചുള്ള ഭയമോ പണത്തെ നമുക്ക് ഭയത്തോടെയും പേടിയോടെയുമുള്ള ചിന്തകളിലൂടെയാണ് നിങ്ങൾ പണത്തെ സമ്പാദ്യത്തെ കാണുന്നുവെങ്കിൽ പണം സമ്പാദ്യം എന്നുള്ളത് ഒരിക്കലും നിങ്ങളിലേക്ക് വന്നെടുക്കുകയില്ല. പണത്തെ ഭയക്കുകയല്ല, പണത്തെ ഇഷ്ടപ്പെടുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ അവയെ സ്നേഹത്തോടെ ഒരു സൗമ്യമായി ഭയങ്കര കാമായി അതിനെ ഭയങ്കര പ്രേഷ്യസോടെ നിങ്ങളുടെ ഫ്യൂച്ചർ അതിലൂടെയാണ് എന്നുള്ളൊരു ബിലീവ് വെച്ചുകൊണ്ട് നിങ്ങൾ അതിനെ വിശ്വസിക്കുകയും നിങ്ങൾ അതിനെ കൊണ്ടു നടക്കുകയും ചെയ്യുക. പകരം നിങ്ങൾ അതിന് പകരമായി ഭയപ്പെടുകയോ വിശ്വാസമില്ലായ്മയോ കോൺഫിഡൻസ് ഇല്ലായ്മയോ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ ഫ്യൂ ഡേയ്സിൽ തന്നെ നിങ്ങൾ തുടങ്ങുന്ന ഏതുമായിക്കൊള്ളട്ടെ അവ നാശത്തിലോട്ടും നഷ്ടത്തിലോട്ടുമാണ് പോവുക. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്തുമായിക്കൊള്ളട്ടെ ആ പ്രവർത്തികളെ നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങൾ ഇതിനോടകം അതിൽ സക്സസ്ഫുള്ളായി തീർന്നിട്ടുള്ള ഒരു വ്യക്തി ഏത് രീതിയിലാണോ ആറ്റിറ്റ്യൂഡ് ഇടുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ആറ്റിറ്റ്യൂഡ് ഇട്ട് തുടങ്ങുക, പ്രവർത്തിച്ചു തുടങ്ങുക. നിങ്ങൾ ആറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഒരുപക്ഷെ നിങ്ങളെ അഹങ്കാരിയെന്നോ അഹംഭാവിയെന്നോ വിളിച്ചേക്കാം. അത് നിങ്ങളെ തളർത്തുവാനുള്ളതല്ല, നിങ്ങളെ ഉയർത്തുവാനുള്ളതായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് നിങ്ങളുടെ ക്രിയേറ്റർ, നിങ്ങളുടെ ഗോഡ് എത്തിക്കുന്നതാണ് ചില വ്യക്തികളെയും സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും. അല്ലാതെ നമ്മളെ പരാജയപ്പെടുത്തുവാനുള്ള ഒന്നല്ല മറ്റുള്ളവർ നമ്മുടെ കുറവുകളും കുറ്റങ്ങളും പറയുന്നത്. നമ്മുടെ ചിന്തകളിൽ നമ്മുടെ പ്രവൃത്തികളിൽ ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി തീർക്കുക നമ്മളെ തന്നെ. നാം എന്താണോ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നാം ഒരു ധനികനായി തീരും എന്നുള്ളതിന് പകരം ഞാൻ ധനികനാകുവാൻ അർഹതയുള്ളവനാണെന്ന് ചിന്തിക്കുമ്പോൾ ധനികരായിട്ടുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തികളും വ്യക്തിത്വങ്ങളും താല്പര്യങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മളിലേക്ക് വന്നെടുക്കും. ഇതാണ് പ്രപഞ്ച സത്യം എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. മറക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യുകയും ഈ വീഡിയോ എല്ലാവരിലോട്ടും എത്തുവാനുണ്ട്. മറക്കാതെ ഒന്ന് ഷെയർ കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.